നമസ്തേ. എന്താണോ കുഴിമേൽ ഈ വഴിക്കൊക്കെ? ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടല്ലേ, കൗൺസിലർ എന്ന നിലയിൽ ഒന്ന് അന്വേഷിക്കാന്ന് കരുതി. അന്വേഷിച്ചിട്ട് എന്തിനാ? ഇല്ലത്തെ കുട്ടിയുടെ വേളിക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം ഏർപ്പാടാക്കിയിട്ടുണ്ടോ? തിരുമേനി മനസ്സ് വെച്ച സാമ്പത്തികം ഉണ്ടാക്കാനാണോ പാട്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഒരല്പം അശ്രദ്ധ വന്നപ്പോ എനിക്ക് എന്റെ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നു. അത് നേരാ എന്ന് കരുതി അന്യജാതിക്കാർക്ക് ഇറച്ചിയും മീനും വെക്കാനും വിൽക്കാനും നാം അത് കൊടുക്കില്ല. മത്സ്യമാംസാദികൾ ആ പരിസരത്ത് നാം അടുപ്പിക്കില്ല. തിരുമേനി ദിവസവും കുളിക്കുന്ന അമ്പലക്കുളത്തിൽ മീനുണ്ടോ? മീൻ പിടയ്ക്കുന്ന പുഴയിലും കുളത്തിലും കുളിക്കാം. വെളുത്ത നിറത്തിൽ വരുന്ന പശുവിന്റെ ചോര ഊറ്റിയെടുത്ത് പാലെന്ന പേരിൽ കുടിക്കാം. അതിലൊന്നും ഒരു ശുദ്ധമില്ല, വൃത്തിയില്ല. എടോ നായരെ, എന്താ തിരുമേനി? എടോ, ഈ അശ്ലീലത്തെ പിടിച്ച് പണിക്ക് പുറത്താക്കുന്നുണ്ടോ? വേണ്ട, ഞാൻ പൊക്കോളാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറയാം, ആ സുലൈമാൻ സാഹിബിനെ പിണക്കണ്ട. മൂത്ത മോളുടെ കല്യാണത്തിന് രൂപ 10 ലക്ഷം എണ്ണിത്തന്ന് സഹായിച്ചത് സാഹിബ. അന്ന് അന്യജാതിക്കാരന്റെ കാശിന് തീണ്ടലില്ലായിരുന്നു. അത് അദ്ദേഹം മടക്കി ചോദിക്കാത്തതേ തിരുമേനിയുടെ സ്ഥലം ലക്ഷ്യം വെച്ചിട്ട് തന്നെയാ. ഞാൻ പോകുന്നു. ഇളയ മോളുടെ കല്യാണം നടക്കുമെങ്കിൽ അന്ന് കാണാം, എന്നെ ക്ഷണിച്ചില്ലേലും. മനസ്സിലായോടോ നായരെ, അവൻ പറഞ്ഞതിന്റെ ധ്വനി എന്റെ മോടെ വേളി നടക്കില്ലാന്ന്. എന്റെ കയ്യിൽ പണയില്ലാന്ന് നാട് മുഴുവൻ പാട്ടല്ലേ. ഈശ്വര, എന്തൊക്കെ കാരണം. അല്ല തിരുമേനി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വിൽക്കാൻ പോകുന്ന സ്ഥലം ആര് വാങ്ങിയാ നമുക്കെന്താ? നല്ല വില കിട്ടിയാ പോരെ? അവിടെ ആ തിരുമുറ്റത്തിരിക്കുന്ന ഉണ്ണിഗണപതിയെ താനും മറന്നുവോ? ഓർമ്മ വെച്ച നാള് തൊട്ട് ആ ഉണ്ണിഗണപതിയെ ഉണർത്തുന്നതും ഉറക്കുന്നതും ഞാനാ. അടിച്ചു തളിച്ച് ഒരു തിരി കത്തിച്ചാ മതി, മനസ്സ് നിറഞ്ഞനുഗ്രഹിക്കും. അന്യജാതിക്കാർക്ക് എന്ത് ഗണപതി. അച്ഛാ, ഒന്നിങ്ങ് വന്നേ. എന്താ കുട്ടിയെ? അച്ഛാ, ദൈവമാഷിന് ഇമെയിൽ വന്നു. എന്ത് വന്നു? മെയില്. എടോ, കത്തിടപാടുകൾക്ക് പകരം ഇപ്പൊ ഇങ്ങനെയൊക്കെയാ വകുപ്പ്. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലടോ നായരെ, ഇവളുടെ കൂടെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ച ഒരു കമ്മത്ത് മാഷെ പറ്റി. ഓ, കമ്മത്ത്. എന്തായിരുന്നു മോളെ മറുപടി? ഞാൻ നമ്മുടെ അവസ്ഥയെല്ലാം ഡീറ്റെയിൽ ചെയ്തിരുന്നു. വന്ന് നേരിൽ കാണാന്ന റിപ്ലൈ. എന്ത് വിഘ്നേശ്വര, നീ കാത്തു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ഹോട്ടൽ ശൃംഖലയുള്ളവരാ ഈ കമ്മത്തും ഇയാളുടെ ഏട്ട കമ്മത്തും. പ്രൊപ്പറേറ്റേഴ്സ് കമ്മത്താൻ കമ്മത്ത്. അവര് നമ്മുടെ ഹോട്ടൽ ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ? എന്ത് വേണം? ഞങ്ങളെ സുലൈമാൻ സാഹിബ് പറഞ്ഞയച്ചതാ. ഇതാ ഈ അഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. എന്താ ഇത്? ഇംഗ്ലീഷ് ആണല്ലോ. ഇങ്ങ് തന്നെ, ഞാനും നോക്കട്ടെ. അച്ഛൻ, നമ്മുടെ ഹോട്ടലിലെ സ്ഥലത്തിന്റെ ലീസ് എഗ്രിമെന്റാ. 10 ലക്ഷം രൂപ അഡ്വാൻസും കാണിച്ചിട്ടുണ്ട്. സാഹിബിന് 10 ലക്ഷം കൊടുക്കാനുണ്ടെന്നുള്ളത് വേറെ. അതിന് ഈ എഗ്രിമെന്റിന്റെ വകുപ്പ് മനസ്സിലാകുന്നില്ല. അഡ്വാൻസ് വാങ്ങിയിട്ട് എഗ്രിമെന്റ് കൊടുക്കാത്തത് ശരിയാണോ തിരുമേനി? ഇതിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എങ്കിലും ഒന്ന് കാണുന്നുള്ളൂ. അയ്യോ, വെങ്കട്പതി, നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? തള്ളോ? തള്ളിന്റെ ഒന്നും കാര്യമിനിയില്ല. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കൊടുക്കാം. നാണോ? നാണാണ് നമ്മൾ. മനസ്സിലായില്ല? നമ്മളല്ലേ ഇപ്പൊ കാറിൽ ഇങ്ങോട്ട് വരാൻ കൊടുത്തത്. നമ്മൾ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുടി കൃഷ്ണരാജ കമ്മത്ത് മകൻ ദേവരാജ കമ്മത്ത. ഇനി നിങ്ങൾ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ കൊടുക്കണം. എന്താണ് പ്രശ്നം? ഞങ്ങൾ സുലൈമാൻ സാഹിബിന്റെ ആളുകളാ. അപ്പോൾ അതാണോ പ്രശ്നം? അയ്യോ, അതല്ല. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. 10 ലക്ഷം രൂപയുടെ പ്രോബ്ലം അല്ലേ? പണം നമ്മൾ തരും. മൂർത്തി, മൂർത്തിയോട് കൊട സുർക്കാൻ കൊടുക്കണോ? കൊട സുർക്കാൻ കൊടുക്കണോ? തിരുമേനി, ഈ സാഹിബിന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ കൊടുത്തിട്ട് എത്ര കാലമായി? 1.5 വർഷം കഴിഞ്ഞു.
2 വർഷത്തെ ബാങ്കിന്റെ പലിശ കണക്കാക്കിക്കോട്ടെ. അപ്പോ 12,09,999 രൂപ 85 പൈസ. മൂർത്തി, നമ്മളൊന്ന് റൗണ്ട് ചെയ്യുന്നു. 12,10,000. 15 പൈസ ജാസ്തിയുണ്ട്. എത്ര പണം നമ്മൾ വെറുതെ കളയുന്നു. കൊണ്ടുപോയി തിന്നട്ടെ മക്കനക്ക. മൂർത്തി, മേസ കൊളുങ്ങണു, അങ്ങാതെ നിൽക്കൂ, എൽകാതെ. നിങ്ങൾക്ക് ഇത് സാഹിബിനെ ഏൽപ്പിക്കാൻ കൊടുക്കാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിടിക്കാനാ വന്നത്. തിരുമേനി പറഞ്ഞ അനുസരിക്ക്. തിരുമേനി ഇന്നും ഒപ്പിടാൻ കൊടുക്കില്ല. താനിതിൽ ഇടപെടണ്ട. ഏർപ്പെടും, ഇനി നമ്മൾ ഏർപ്പെടും. അടിച്ചോടിക്കണേ ഈ പറട്ടെ. പറട്ടയല്ല, കമ്മത്ത്, ദേവരാജ കമ്മത്ത്. നമ്മൾക്ക് തല്ലാൻ കൊടുക്കല്ലേ. നമ്മൾ കമ്മത്തുമാറ് സമാധാന പ്രിയരും യുദ്ധപാരമ്പര്യമില്ലാത്തവരും അഹിംസവാദികളും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാൽ മൂർത്തി ഇത് ഒരു നെക്കിയാൽ നിങ്ങളുടെ തൽവണ്ട പൊട്ടി നിങ്ങൾ സത്തുപോകും. നിങ്ങൾ സത്തുപോയാൽ നമ്മൾ ജയിൽ പോകാൻ കൊടുക്കില്ല. നമ്മൾക്ക് പണമുണ്ട്, പദവിയുണ്ട്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ജീവൻ വേണോ അഗ്രിമെന്റ് വേണോ. ജീവമതി വിത്ത് ക്യാഷ്. മൂർത്തി, ഈ ഗുണ്ടന്മാരുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഫോട്ടോ എല്ലാം മേടിക്കാൻ കൊടുക്കണം. നമ്മൾക്ക് ഒരു പ്രോബ്ലം വന്നാൽ ഇവരെ വിളിക്കാൻ കൊടുക്കരുത്. തിരുമേനി പേടിക്കാൻ കൊടുത്തോ? ഏയ്, ഇതിലുണ്ടയില്ല. ഉണ്ട നമ്മുടെ സേട്ടൻ കമ്മത്തിന്റെ കയ്യിലാ. അദ്ദേഹം അത് നമ്മൾക്ക് പൊട്ടിക്കാൻ തരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട മാത്രമേ ഉള്ളൂ, തോക്കില്ല. തോക്ക് നമ്മുടെ കയ്യിലല്ലേ. തോക്കിൽ ഉണ്ട ഇട്ടാലല്ലേ പൊട്ടിക്കാൻ പറ്റൂ. സ്വർഗത്തിൽ നമ്മൾ തോക്ക് പൊട്ടിക്കാറില്ല. കാർത്തിയാനി, ഇദ്ദേഹത്തിന് കുടിക്കാൻ കുറച്ച് സംഭാവന കൊടുക്കുക. ഒന്നും വേണ്ട, നമ്മൾക്ക് ആ സ്ഥലം ഒന്ന് കാണാൻ കൊടുത്താൽ മതി. വസ്തു മോളെ ഒന്ന് ചെല്ലുക. ബിരിയാണി സ്ട്രീറ്റ്. നമ്മളുടെ കട ആരംഭിച്ചാൽ 3 മാസം കൊണ്ട് ഈ പേര് മാറും. പിന്നെ കമ്മത്ത് സ്ട്രീറ്റ് ആവും. അതാണ് നമ്മുടെ റാസി. ശ്രീകൃഷ്ണ വിലാസം, കിഴക്ക് ദർശനം, ഐശ്വര്യം. ഗണപതിയാണ് പ്രതിഷ്ഠ അല്ലേ? ആ കൗണ്ടർ പൊക്കി നോക്കുന്ന ആളാണോ സാഹിബ്? അതെ. നല്ല വെളുത്ത ഹൽവ പോലത്തെ ഭംഗിയുള്ള ശത്രു. മാഷ് വരൂ, കടയൊക്കൊന്ന് കാണണ്ടേ? കാണണമല്ലോ, വരൂ. എന്തെങ്ങനെ നോക്കുന്നേ? തന്റെ മംഗല്യം ശരിക്കും ഉറപ്പിച്ചു അല്ലേ? അതെ. എന്താ മാഷെ? സങ്കടം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഈർക്കിലി പോളിരുന്ന പെണ്ണാണ്. ഇപ്പൊ വളർന്ന മലമ്പുഴ യക്ഷയെ പോലെ സുന്ദരിയാവും അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഐ ലവ് യു പറഞ്ഞ് നമ്മൾ അന്നെ ബ്ലോക്ക് ചെയ്തേനെ. ഇനിയിപ്പൊ പറയാൻ കൊടുത്തിട്ട് കാരണമില്ല. എന്തായാലും നമ്മൾക്ക് വളരെ വളരെ ഇഷ്ടമായി. അതല്ല, ഇതെന്തായാലും കയ്യിൽ നിന്ന് പോയല്ലോ. ഹോട്ടലും പരിസരവും ഒക്കെ എന്തായാലും പുറത്തു കൊടുക്കുമ്പോ ആദ്യം നമ്മളെ ഓർത്തത് നന്നായി. നമ്മളിതാ ഇത് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു.